ന്യൂസ് ടൈം ചാനലിന് ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛൻ നൽകിയ പ്രത്യേക അഭിമുഖം. കാപ്പിപ്പൊടി അച്ഛൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ലോകപ്രസിദ്ധ ധ്യാനഗുരുവായ ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛൻ നമ്മോട് സംസാരിക്കുന്നു. എങ്ങനെയാണ് നമ്മളിപ്പം തിരുമേനിയിൽ ഒരു കൺവെൻഷൻ, ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് അതിലെ കാര്യങ്ങളൊക്കെ? തിരുമേനി ദേവാലയത്തിൽ വെച്ച് നടത്തുന്ന മലങ്കര കത്തോലിക്ക കൺവെൻഷനിലാണ് നമ്മൾ അനേകര് പങ്കെടുക്കുന്നു. കാസർഗോഡ് പ്രദേശത്തുള്ള മലങ്കര കത്തോലിക്ക സമുദായത്തിലെ അംഗങ്ങൾ സജീവമായി പങ്കെടുക്കുന്ന ഒരു കൺവെൻഷനാണ്. മറ്റുള്ളവരും അതിൽ പങ്കെടുക്കുന്നു. വചനം സെവിക്കുവാനും വചനത്തെ ധ്യാനിക്കുവാനും വചനത്തിൽ ആയിരിക്കുവാനും ദൈവം ഒരുക്കുന്ന 4 ദിവസങ്ങളാണ്. അതിൻ്റെ ആരംഭം 10-ാം തീയതി കുറിച്ചു. നമ്മളിപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ കൺവെൻഷൻ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. എത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു? ഒരു 300ഓളം ആൾക്കാർ പങ്കെടുക്കുന്ന സജീവമായ ഒരു കൺവെൻഷനാണിത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ടോ? സാധാരണ രീതിയിൽ ദിവസങ്ങൾ കഴിയും തോറും കൂടുതൽ ഭാഗഭാഗിത്വം ഉണ്ടാകേണ്ടതാണ്. ആ പ്രതീക്ഷയുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ കൺവെൻഷൻ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ആത്മീയമായ ഒരു നവീകരണം, സഭയുടെ ഒരു ആത്മീയ വളർച്ച, സമൂഹത്തിന്റെ ഒത്തുവരവ്, കൂട്ടായ്മയുടെ ഒരു ബലപ്പെടുത്തൽ, അതിലുപരി ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാനുള്ള അവസരങ്ങൾ. കൺവെൻഷൻ എല്ലാ സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ നടത്തുന്നു. ഒരു ആത്മീയ ഉത്സവമാണ്. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ശ്രവിച്ച് ജീവിക്കാനുള്ള ഒരവസരം. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ, നാളെയിലേക്ക് പുതിയ ചുവട് വെക്കാനൊക്കെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് ബൈബിൾ കൺവെൻഷൻ ക്രമീകരിക്കുക. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുക. ജനതയോട് എന്താണ് അച്ഛന് പറയാനുള്ളത്? ദൈവത്തിന്റെ വചനം ശ്രവിക്കുക, ആത്മാവിൽ ഉണർവ് ഉള്ളവരായി ജീവിക്കുക, നല്ല ദമ്പതികളാവുക, നല്ല മാതാപിതാക്കളാകുക. അങ്ങനെ നന്മ ലോകത്തിന് പകരുന്ന ഒരു യേശുവിന്റെ സഭയിലെ പുളിമാവായി എല്ലാവരും മാറുക. സീറോ മലങ്കര കത്തോലിക്ക സഭ ബത്തേരി രൂപത തിരുമേനി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് നടത്തുന്ന ബൈബിൾ കൺവെൻഷൻ ഇന്ന് അതിന്റെ 2ാം ദിവസം എത്തി നിൽക്കുകയാണ്. കാപ്പിപ്പൊടി അച്ഛൻ എന്ന പേരിൽ നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛനാണ് ഈ കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ധാരാളം വിശ്വാസികൾ എത്തിച്ചേരുന്നുണ്ട്. ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പ്രിൻസിപ്പളായ ഡോക്ടർ സാമുവൽ പുതുപ്പാടി അച്ഛൻ ഈ കൺവെൻഷന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് സംസാരിക്കുന്നു. ബത്തേരി രൂപതയുടെ കീഴിലുള്ള കാസർഗോഡ് വൈദിക ജില്ലയിൽ മെയ് മാസം 10, 11, 12, 13 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന തിരുമേനി ബൈബിൾ കൺവെൻഷൻ ഇന്നലെ ആരംഭം കുറിച്ചു. ബത്തേരി രൂപതാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനിയാണ് ഔപചാരികമായി ഈ ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് അതിൻ്റെ 2ാമത്തെ ദിവസമാണ്. പ്രധാനമായും ഈ ബൈബിൾ കൺവെൻഷന് മുഖ്യ നേതൃത്വം നൽകുന്നത് ലോകപ്രശസ്തനായ ബൈബിൾ പണ്ഡിതനും പ്രഭാഷകനുമായിരിക്കുന്ന വന്യ ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛനാണ്. അച്ഛനെ എല്ലാവർക്കും അറിയാം എന്നുള്ളത് തന്നെ അച്ഛനെക്കുറിച്ച് കൂടുതൽ വിവരണങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകതയില്ല. നല്ല നർമ്മരസത്തിൽ ആഴമായ ബൈബിൾ പഠനങ്ങൾ നൽകുകയും ആളുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രതിഭയാണ്, ബൈബിൾ പ്രതിഭ തന്നെയാണ് ബഹുമാന്യനായ ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛൻ. ഇതിൻ്റെ സമാപന ദിവസമായ ബുധനാഴ്ച 4ാം ദിവസം തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ് ഇത് നിർവഹിക്കുക, സമാപന സന്ദേശം നൽകുന്നത്. ഈ കാസർഗോഡ് വൈദിക ജില്ലയിൽ മലങ്കര കത്തോലിക്ക സഭയുടെ 9 ദേവാലയങ്ങളാണുള്ളത്. 9 ദേവാലയങ്ങളിൽ നിന്ന് എല്ലാ വിശ്വാസികളും ഇവിടെ എത്തിച്ചേരുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള സീറോ മലബാർ, ലത്തീൻ, മറ്റ് ഇതര ക്രൈസ്തവ സമൂഹങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഈ ഒരു ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കുക. അതുകൊണ്ട് തന്നെ 1000-ൽ പരം ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുക. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ
സാമൂഹിക തിന്മകൾക്കും അല്ലെങ്കിൽ മറ്റ് തിന്മകൾക്കുമൊക്കെ വലിയൊരു അതിജീവനമാണ് വചനം എന്നുള്ള വലിയ കണ്ടെത്തലാണ് ഈ ഒരു ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കാനായിട്ട് ഞങ്ങളെ കൂടുതൽ അതിനെ ഞങ്ങളെ സഹായിച്ചത്. തീർച്ചയായിട്ടും ഈ വചന പഠന പരമ്പര വഴി എല്ലാ മനുഷ്യരിലും ദൈവത്തിൻ്റെ വചനം അത് ആഴത്തിൽ വേരൂന്നി നല്ല ആത്മീയ ഫലങ്ങൾ സൃഷ്ടിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തെ അതിജീവിക്കുവാൻ വചനം ഏറെ അനിവാര്യമാണെന്നുള്ള കണ്ടെത്തലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പ്രത്യേകിച്ച് വചനം വലിയൊരു ആയുധമാണ്. എല്ലാ സാമൂഹ്യ തിന്മകളെയും ക്രൈസ്തവ ജീവിതത്തിനെതിരെ വരുന്ന എല്ലാ മറ്റ് തിന്മശക്തികളെയുമൊക്കെ അതിജീവിക്കുവാൻ വചനം അനിവാര്യമാണ്. വചനത്തിന് സാധിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അഗ്നിയായ ഇതിൻ്റെ ചിന്ത തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏത് തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അതിനെല്ലാം കത്തിയിരിക്കുവാൻ ഈ വചനത്തിന് സാധിക്കും. ഈ ഒരു പൂർണ്ണമായ ബോധ്യം ഞങ്ങളെ കൂടുതൽ ഈ ഒരു ബൈബിൾ പഠന ചിന്തകളിലേക്ക് ഞങ്ങളെ നയിക്കുകയാണ്. തീർച്ചയായിട്ടും തിരുമേനി ബൈബിൾ കൺവെൻഷൻ അതൊരു പൂർണ്ണമായ നല്ല വിജയമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രദേശങ്ങളിലൂടെ കടന്നുപോവുകയായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് ചോദിച്ചു, മനുഷ്യർക്ക് ആരെന്നാണ് എല്ലാവരും പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ ഏലിയാനാണ്, ചിലർ സ്നാപകനാണ്, മറ്റു ചിലർ പ്രവാചകന്മാരും ഒരുവനെന്നും പറയുന്നു. യേശു ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, പത്രോസേ, മാംസ രക്തങ്ങളല്ല, സ്വർഗ്ഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തുന്നത്. നീ പാറയാണ്, ഈ പാറമേൽ എന്റെ സഭയെ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ തുറന്നപ്പെടുകയില്ല. ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ സന്ധ്യയിൽ ഒരു ചോദ്യം നമ്മൾ ചോദിക്കും. യേശു നിനക്ക് ആര്? യേശു എനിക്ക് ആര്? ഇന്നലെ നമ്മൾ കണ്ടു, ദൈവം സ്നേഹമാണ്. സ്നേഹമായ ദൈവത്തെ അനുഭവിക്കുവാൻ മനുഷ്യന്റെ തടസ്സങ്ങൾ അവന്റെ പാപങ്ങളാണ്. രണ്ടാം ദിവസം ആദ്യം കർത്താവ് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ചോദ്യം യേശു ചോദിക്കുന്നത് കൈസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ചാണ്. പശ്ചാത്തലം ഇതാണ്. യഹൂദർ വിശ്വസിച്ച ഇസ്രായേലിലെ ഏറ്റവും മുഴുത്ത പാത ജെറുസലേമിലെ പാതയാണ്. കൺവെൻഷൻ സെന്ററിൽ നിന്നും ക്യാമറാമാൻ വൈശാഖനും ഷിൻഡുവിനുമൊപ്പം അലീന, ന്യൂസ് ടൈം ചാനൽ, കേരള.